Hello everyone and welcome back. In this video we are going to discuss the preface to the reader section of Meditations on First Philosophy by Rene Descartes. AIC English second semester AIC English for Sciences അതിനകത്ത് കാണാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണിത്. ഓക്കെ, and so let's just get started. First of all, ആരായിരുന്നു റെനെ ഡെയ്കാർട്ട്? റെനെ ഡെയ്കാർട്ടിൻ്റെ സ്പെല്ലിങ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഡെസ്കാർട്ടസ് എന്നൊക്കെ ആയിരിക്കും സ്പെല്ലിംഗ് വൈസ് നമ്മൾ അത് പ്രൊനൗൺസ് ചെയ്യുകയാണെങ്കിൽ വരുന്നത്. സോ ബട്ട് ദ റിയൽ പ്രൊനൗൺസിയേഷൻ ഈസ് റെനെ ഡെയ്കാർട്ട്. ഓക്കെ, ഇയാളുടെ മെഡിറ്റേഷൻസ് ഓൺ ഫസ്റ്റ് ഫിലോസഫിയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് കേട്ടോ. പ്രിഫേസ് ടു ദ റീഡർ എന്ന് പറയുന്നത് അദ്ദേഹം അതിൻ്റെ ആ ഒരു ബുക്കിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് എഴുതിയ ഒരു ചാപ്റ്ററാണ്. ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. അതാണ് നമ്മുടെ സിലബസിനകത്ത് കൊടുത്തിട്ടുള്ളത്. ദെൻ ഹു വാസ് റെനെ ഡെയ്കാർട്ട്? ഒരു ഫ്രഞ്ച് ഫിലോസഫറാണ്. അദ്ദേഹം ജീവിച്ചിരുന്നത് 17-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്താണ്, 1600s. ഓക്കെ, ഇദ്ദേഹത്തെ ഫാദർ ഓഫ് മോഡേൺ ഫിലോസഫി എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത്. അദ്ദേഹം ജനിച്ചത് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 1596 ആൻഡ് 1650 അദ്ദേഹം മരിക്കുന്നുണ്ട്. ആൻഡ് അദ്ദേഹം ഒരു പുതിയ വേ ഓഫ് തിങ്കിങ്, അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദി ഫേമസ് ബുക്സാണ് മെഡിറ്റേഷൻസ് ഓൺ ഫസ്റ്റ് ഫിലോസഫി. അതിനകത്ത് അദ്ദേഹം ഒരു ന്യൂ മെത്തേഡ് ഓഫ് തിങ്കിങ്ങിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ന്യൂ മെത്തേഡ് ഓഫ് തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് അദ്ദേഹം ചേർച്ചിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലും അദ്ദേഹത്തിൻ്റെ പല ഐഡിയാസും അദ്ദേഹം പറയുന്നുണ്ട്. ബട്ട് അദ്ദേഹം ഒരു റിലീജിയസ് ആയിട്ടുള്ള ആളായിരുന്നു. ബട്ട് സ്റ്റിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ചില റിലീജിയസ് വിശ്വാസങ്ങളൊക്കെ അദ്ദേഹം ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ആ ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും അത് പോസിബിൾ ആയിരുന്നില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും യു വിൽ ഹാവ് ടു ഫേസ് ദ പണിഷ്മെൻറ്റ്. അദ്ദേഹവും അദ്ദേഹത്തിനെതിരെയും അത്തരം ഭീഷണികളുണ്ടായിരുന്നു. ഈ പണിഷ്മെൻറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ ഫ്രാൻസ് വിട്ടിട്ട് നെതർലാൻഡ്സിലേക്ക് പോകുന്നുണ്ട്. സോ ഹീ ഈസ് എ ഫ്രഞ്ച് ഫിലോസഫർ. ഫ്രാൻസിനകത്ത് പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം നെതർലാൻഡ്സിലേക്ക് പോകുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ചില റാഡിക്കലായിട്ടുള്ള ചില കൺവെൻഷണൽ ആയിട്ടുള്ള ഐഡിയാസ് ഈ റോമൻ കാത്തലിക്സ് ക്രിസ്ത്യാനിറ്റിയുടെ അതിൽപ്പെട്ട ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഗ്രൂപ്പാണ്. ഓക്കെ, ഈ റോമൻ കാത്തലിക്സ് അവർ ഇയാളുടെ ചില ഐഡിയാസ് ബാൻ ചെയ്തു എങ്കിൽ പോലും ഇദ്ദേഹം ഒരു കാത്തലിക്കായിട്ട് തന്നെയാണ് ജീവിച്ചത്. ഹി വാണ്ടഡ് ടു ബി എ കാത്തലിക് ആക്ച്വലി. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം റീസണ് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏത് വിശ്വാസമാണെങ്കിൽ പോലും അത് നമ്മൾ ലോജിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അത് പ്രൂവ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ഓക്കെ, നമുക്കത് 100% കൺവിൻസ്ഡ് ആവണം. ഏത് കാര്യമാണെങ്കിലും കൺവിൻസ്ഡ് ആയിട്ടുള്ള സാധനം മാത്രമേ നമ്മൾ വിശ്വസിക്കാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. സോ ഹി ബിലീവ്ഡ് ദാറ്റ് ഹ്യൂമൻ റീസൺ ആൻഡ് സയൻസ് വെർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ട്രഡീഷൻ. ഓക്കെ, അദ്ദേഹം സയൻസിനെ സപ്പോർട്ട് ചെയ്തു എന്ന് വിചാരിച്ച് അദ്ദേഹം റിലീജിയസ് അല്ല എന്നാരും വിചാരിക്കരുത്. ഹി വാസ് ഡിവോട്ട് കാത്തലിക്. ഓക്കെ, ആൻഡ് ദെൻ വാട്ട് ഈസ് ദിസ് മെഡിറ്റേഷൻസ് ഓൺ ഫസ്റ്റ് ഫിലോസഫി? So this is one of the most important books in Western philosophy. The first 4 points. ഇതിനകത്ത് ഒരു 6 പാർട്ട് കാണാൻ പറ്റും ഈ ബുക്കിനകത്ത്. റിട്ടൺ ആസ് 6 മെഡിറ്റേഷൻസ്. ആ 6 പാർട്ടിനെയും 6 മെഡിറ്റേഷൻസ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ 6 തോട്ട് എക്സസൈസസ്. ഇതിനകത്ത് അദ്ദേഹം ഹീസ് ക്വസ്റ്റ്യനിങ് നോളജ്, എക്സിസ്റ്റൻസ്, റിയാലിറ്റി, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം അതിനകത്ത് ചർച്ച ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് യൂസസ് റാഡിക്കൽ ഡൗട്ട്, ക്വസ്റ്റ്യനിങ് എവ്രിതിങ് ടു ഫൈൻഡ് അൺഡിനയബിൾ ട്രൂത്ത്. നമ്മൾ ഒരിക്കലും ആർക്കും എതിർക്കാൻ പറ്റാത്ത ഒരു സത്യത്തിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ക്വസ്റ്റ്യൻ എവ്രിതിങ്. ഒരു റാഡിക്കൽ ഡൗട്ട് എന്ന് പറയുന്ന സാധനം എല്ലാ ആളുകളുടെ ഉള്ളിലുണ്ടാകണമെന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു.
വി ഹാവ് ടു ക്വസ്റ്റ്യൻ എവറിത്തിങ്. ഈ ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവേണ്ടതെന്നാണ്. അപ്പം ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്താണ് നമ്മളതിൻ്റെ യഥാർത്ഥ ട്രൂത്തിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് പറ്റൂ. ഓക്കെ, നമ്മൾ ആദ്യം നമ്മുടെയൊക്കെ വിശ്വാസത്തെ പോലും നമ്മൾ ചോദ്യം ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം. അതിൻ്റെ ശേഷം നിങ്ങൾ എത്തിച്ചേരുന്നത് നിങ്ങൾ ആ വിശ്വാസത്തിൽ തന്നെ വിശ്വാസം നമുക്കൊന്നും കൂടി കൺവിൻസ്ഡ് ആവും എന്നുള്ളതാണ്. ഒരു കാര്യം ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, ആ രീതിയിലേക്ക് എത്തിപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം, എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ദ മെയിൻ ഗോൾ ഓഫ് ദിസ് ഫസ്റ്റ് ഫിലോസഫി ഞാൻ പറയുന്നത് ബിൽഡ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ ഫോർ നോളജ് ദാറ്റ് കനോട്ട് ബി ഡൗട്ടഡ്. നമുക്കൊരിക്കലും സംശയം തോന്നാത്ത ഒരു ഫൗണ്ടേഷൻ നമ്മുടെ നോളജിന് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു ബുക്കിൻ്റെ ഗോളായിട്ട് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നെ ചോദ്യം ചെയ്ത് ഇതിനകത്ത് നിന്ന് മറ്റുള്ള ആളുകൾ ഏതെല്ലാം രീതിയിൽ ഇതിനെ വിമർശിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള സാധനം നമ്മൾ തന്നെ അത്ര വിമർശനം നമ്മളോട് തന്നെ ഉന്നയിച്ച് അതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തി അത് നമ്മൾ ആ വിശ്വാസം നമ്മൾ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അതിനെ നമുക്ക് മാറ്റാൻ പറ്റും. ആരെന്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും അതിന് ഉത്തരം നമ്മളുടെ അടുത്തുണ്ടാവും. കാരണം നമ്മൾ തന്നെ ആ ചോദ്യം മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഉത്തരവും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ ക്വസ്റ്റ്യനിങ്ങിലൂടെ നമ്മൾക്ക് നമ്മുടെ നോളജിനെ നമുക്ക് സ്ട്രോങ് ആക്കാൻ പറ്റും, സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. അതിന് പിന്നെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം, അതാണ് ഈ ഒരു ബുക്കിൻ്റെ മെയിൻ ഗോളായിട്ട് അദ്ദേഹം പറയുന്നത്. ദെൻ ഇതിനകത്ത് വരുന്ന കീ ഐഡിയാസ് ഇൻ മെഡിറ്റേഷൻസ്. ഇതിനകത്ത് അദ്ദേഹം പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു ഐഡിയയാണ് കൊഗിറ്റോ എർഗോ സൂം എന്ന് പറയുന്ന. ഓക്കെ, കൊഗിറ്റോ എർഗോ സൂം, അത് ട്രാൻസ്ലേഷൻ ഐ തിങ്ക് ദെർഫോർ ഐ ആം. ഇപ്പം നമ്മൾ ഡെയ്കാർട്ടിനെ എപ്പം പറയുന്ന സമയത്തും ആളുകൾ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ആയിട്ട് പറയുന്ന ഒരു സാധനമാണ് ഐ തിങ്ക് ദെർഫോർ ഐ ആം. അത് അദ്ദേഹം ഈ ഒരു ബുക്കിനകത്ത് കൊണ്ടുവന്ന ഒരു ഐഡിയ ആണ്. അദ്ദേഹം പറയുന്ന നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാറ്റിനെയും ഡൗട്ട് ചെയ്യണം എന്ന് പറഞ്ഞല്ലേ. വി ഹാവ് ടു ഡൗട്ട് എവറിത്തിങ്, വി ഹാവ് ടു ക്വസ്റ്റ്യൻ എവറിത്തിങ്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ എക്സിസ്റ്റ്, ഞാൻ ജീവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഡൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു എക്സിസ്റ്റൻസിനെ തന്നെ നമ്മൾ ആദ്യം സംശയിക്കാം. അപ്പോൾ അത് അദ്ദേഹം ആ ഒരു സംശയം തീർക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഐ തിങ്ക്, നമ്മൾ ചിന്തിക്കുന്ന ജീവികളാണ്. വി ആർ തിങ്കിങ്. ഓക്കെ, ദാറ്റ് മീൻസ് ഐ എക്സിസ്റ്റ്. ഇഫ് ഐ തിങ്ക് ദാറ്റ് മീൻസ് ഐ എക്സിസ്റ്റ്. അതാണ് ഇതിൻ്റെ അർത്ഥം. ഐ തിങ്ക് ദെർഫോർ ഐ ആം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് കൊണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും നമ്മളിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എക്സിസ്റ്റൻസിൻ്റെ പ്രൂഫായിട്ട് അദ്ദേഹം പറയുന്നത് വി ആർ തിങ്കിങ് എന്നുള്ള. സോ ഇതിനാർക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ദിസ് ഇസ് എ ഫാക്റ്റ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആദ്യം സംശയിച്ചു. അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുന്നത് ഇല്ല, നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, കാരണം നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. സോ എല്ലാറ്റിനെയും ഡൗട്ട് ചെയ്യുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതിൽപ്പെട്ട ഒരു ഡൗട്ടാണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അതിൻ്റെ ആൻസറാണ് അദ്ദേഹം കണ്ടെത്തുന്നത് കൊഗിറ്റോ എർഗോ സൂം. അത് ഐ തിങ്ക് ദെർഫോർ ഐ ആം എന്നുള്ളത്. ചിന്തിക്കുന്നത് കൊണ്ട് ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ പിന്നീട് അദ്ദേഹം ഇതിനകത്ത് വരുന്ന മറ്റൊരു കീ ഐഡിയ പ്രൂഫ് ഓഫ് ഗോഡ്സ് എക്സിസ്റ്റൻസ് ആണ്. അദ്ദേഹം ഇതിനകത്ത് ഗോഡ് എന്ന് പറയുന്ന ഒരു പവർ ഇവിടെ ഉണ്ടെന്ന് അദ്ദേഹം ഇതിനകത്ത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന് കൺവിൻസ്ഡ് ആയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഹി ആർഗ്യൂസ് ദാറ്റ് ഗോഡ് മസ്റ്റ് എക്സിസ്റ്റ് ബിക്കോസ് വി ഹാവ് എൻ ഐഡിയ ഓഫ് എ പെർഫെക്റ്റ് ബീയിങ്. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പവർ, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പവർ ഉണ്ട്, ഇതിനെല്ലാം, ഈ യൂണിവേഴ്സിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഉണ്ടെന്നുള്ളൊരു ഐഡിയ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ നമ്മളെ മനസ്സിലേക്ക് ഇട്ട് തരുന്നത് തീർച്ചയായിട്ടും നമ്മൾ പെർഫെക്റ്റ് അല്ല, അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ആരോ ഒരാളാണ് ഈ ഐഡിയ ഇട്ട് തരുന്നത്. സോ ദർ ഈസ് സംതിങ് ഔട്ട് സൈഡ്, ദർ ഈസ് എ ഗോഡ് എന്നൊക്കെ അദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കീ ഐഡിയ അദ്ദേഹം ഇതിനകത്ത് പറയുന്നത് മൈൻഡ് ബോഡി ഡ്യുവലിസം ആണ്. അതിനെ കാർട്ടീസിയൻ ഡ്യുവലിസം എന്ന് പറയും. മൈൻഡും ബോഡിയും സെപ്പറേറ്റ്. മൈൻഡ് എന്ന് പറയുന്നൊരു സാധനം, അതുപോലെ ബോഡി മറ്റൊന്നുമായിട്ട് നമ്മളിൽ അങ്ങനെ രണ്ട് പാർട്ട് ഉണ്ടെന്നുള്ളൊരു സാധനം അദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് ദെൻ അനദർ കീ ഐഡിയ ഇൻ മെഡിറ്റേഷൻസ് ഈസ് പവർ ഓഫ് ഹ്യൂമൻ റീസൺ. വി ക്യാൻ ഡിസ്കവർ ട്രൂത്ത് ത്രൂ ക്ലിയർ ആൻഡ് ലോജിക്കൽ തിങ്കിങ് എന്ന് അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട് അവസാനമായിട്ട്. ഓക്കെ,
ലോജിക്കൽ തിങ്കിങ്ങിലൂടെ നമ്മൾ യഥാർത്ഥ സത്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതിനുള്ള ഒരു പവർ നമുക്കുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ പ്രിഫേസ് ടു ദ റീഡറിലേക്ക് പോവുകയാണ്. അതിനകത്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അദ്ദേഹം പറയുന്നത്, ഈ മെഡിറ്റേഷൻസ് എന്ന് പറയുന്ന ബുക്കിൻ്റെ പ്രിഫേസ് ആണല്ലോ ഇത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബുക്ക് എഴുതാനുള്ള കാരണം എന്നുള്ളതാണ് അദ്ദേഹം പ്രിഫേസിൽ ആദ്യമായിട്ട് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വൈ ഹീ ഈസ് റൈറ്റിംഗ് ദിസ് ബുക്ക് കോൾഡ് മെഡിറ്റേഷൻസ്, അല്ലെങ്കിൽ ഇതിനെ ഷോർട്ടായിട്ട് മെഡിറ്റേഷൻസ് എന്ന് പറയാറുണ്ട് കേട്ടോ. ഈ മെഡിറ്റേഷൻസ് ഓൺ ദി ഫസ്റ്റ് ഫിലോസഫി എന്ന് പറയുന്ന ബുക്കിനെ. അപ്പോൾ അദ്ദേഹം പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെയാണ്: he had briefly mentioned God and the soul in his earlier book. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യൊരു ബുക്ക് അദ്ദേഹം എഴുതിയിരുന്നു, ഡിസ്കോസ് ഓൺ ദി മെത്തേഡ് എന്ന് പറയുന്ന 1637 എഴുതിയ ഒരു ബുക്കാണ്. അതിനകത്ത് അദ്ദേഹം ഗോഡിനെ കുറിച്ചിട്ടും സോളിനെ കുറിച്ചൊക്കെ വളരെ ബ്രീഫായിട്ട് അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഡീറ്റെയിലായിട്ട് അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് അദ്ദേഹം എന്തുകൊണ്ടാണ് പറയാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഹി വാണ്ടഡ് ടു ടെസ്റ്റ് പീപ്പിൾസ് റിയാക്ഷൻ ബിഫോർ എക്സ്പ്ലെയിനിങ് ദീസ് ടോപ്പിക്സ് ഇൻ ഡെപ്ത്ത്. ഈ ഒരു ടോപ്പിക്ക് വളരെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് ആളുകൾ എങ്ങനെ ഇതിനോട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് ആദ്യം അറിയണം, അത് ടെസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആദ്യം ആ ഒരു ടോപ്പിക്ക് വളരെ ബ്രീഫായിട്ട് ഡിസ്കോസ് ഓൺ ദി മെത്തേഡ് എന്ന് പറയുന്ന ബുക്കിനകത്ത് അദ്ദേഹം മെൻഷൻ ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ചില ആളുകൾ എതിർപ്പ്, അവരുടെ ഒബ്ജക്ഷൻ അവരെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഐഡിയാസിനെ പല ആളുകളും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം ക്രിറ്റിസിസത്തിന് ഒരു മറുപടി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം ഈ മെഡിറ്റേഷൻസ് ഓൺ ഫസ്റ്റ് ഫിലോസഫി എന്ന് പറയുന്ന ബുക്ക് എഴുതുന്നത്. അപ്പോൾ മെഡിറ്റേഷൻസ് ഓൺ ഫസ്റ്റ് ഫിലോസഫി എഴുതുന്നതിൻ്റെ പ്രധാന ലക്ഷ്യമായിട്ട് വന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഹി വാണ്ടഡ് ടു respond to the questions or response to some of the objections that he had received when he published the book Discourse on the Method. ഓക്കെ, അതിനകത്ത് പ്രത്യേകിച്ച് ഗോഡിനെയും സോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ആളുകളുടെ അടുത്ത് നിന്ന് കിട്ടിയ ചില ഒബ്ജെക്ഷൻസ്, എതിർപ്പുകൾക്ക് ഉത്തരം പറയാനുള്ളതാണ്. ഓക്കെ, സോ അതാണ് ഇവിടെ ലാസ്റ്റ് പോയിന്റ്. സം റീഡേഴ്സ് ഒബ്ജക്റ്റഡ് ടു ഹിസ് ഐഡിയാസ് ആൻഡ് ഹി അഡ്രസ്സസ് ദീസ് ഒബ്ജെക്ഷൻസ് ഇൻ മെഡിറ്റേഷൻസ്. ഇതിനകത്ത് അത്തരം ഒബ്ജെക്ഷൻസിന് അദ്ദേഹം അഡ്രസ്സ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ആൻഡ് സോ പ്രധാനമായിട്ട് 2 ഒബ്ജെക്ഷൻസ് ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒബ്ജെക്ഷൻസ് ഒരുപാടുണ്ടെങ്കിലും മെയിനായിട്ട് 2 എണ്ണമാണ്. സോ 2 മെയിൻ ഒബ്ജെക്ഷൻസ് എന്താ? ഒന്ന്, ഒബ്ജെക്ഷൻ 1, thinking may not be the only thing that defines the mind. അപ്പോൾ ഇദ്ദേഹം മൈൻഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ആയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഏർലിയർ ബുക്കിൽ അദ്ദേഹം പരാമർശിച്ചത് ഡിസ്കോസ് ഓൺ ദി മെത്തേഡ് എന്ന് പറയുന്ന ഈ ഒരു ബുക്കിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, മൈൻഡിൻ്റെ പ്രധാന ഒരു പ്രോപ്പർട്ടി ആയിട്ട് എന്താണ് മൈൻഡിൻ്റെ ഡ്യൂട്ടി, അത് തിങ്കിങ് ആണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് പല ആൾക്കാരും റെസ്പോണ്ട് ചെയ്തത്, തിങ്കിങ് മാത്രമല്ല മൈൻഡിനെ കൊണ്ട് വേറെയും ചില ലക്ഷ്യങ്ങളുണ്ടാവാം. ഓക്കെ, തിങ്കിങ് മാത്രമായിരിക്കില്ല എന്നുള്ളൊരു ക്രിറ്റിക്സ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിന് മറുപടിയായിട്ട്, Descartes replies that he was focusing on what we clearly understand. The only thing we can be certain of is that we are thinking beings. അപ്പം മൈൻഡിന് ഇനി വേറെ എന്തെങ്കിലും, ആർ ദർ എനി അതർ ഡ്യൂട്ടീസ് ഫോർ മൈൻഡ്? അദ്ദേഹം പറയുന്നു, ഹീ ഡസൻറ്റ് നോ ദാറ്റ്. അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹത്തിന് ഉറപ്പുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തിന് പറയാൻ പറ്റുള്ളൂ എന്നുള്ളൊരു മറുപടിയാണ് അദ്ദേഹം അതിന് കൊടുക്കുന്നത്. തിങ്കിങ് മാത്രമാണോ മൈൻഡിൻ്റെ ഡ്യൂട്ടി എന്നുള്ളത് പല ആൾക്കാർ ചോദ്യം ചെയ്തു. ഇദ്ദേഹം പറയുന്ന റെസ്പോൺസ് ഇതാണ്, അദ്ദേഹത്തിന് മൈൻഡിനെ കുറിച്ച് അറിയാത്ത കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. വാട്ട് ഈസ് ക്ലിയർ അബൌട്ട് മൈൻഡ് ഈസ് ദാറ്റ് വി ക്യാൻ തിങ്ക് യൂസിങ് അവർ മൈൻഡ്. നമ്മൾ തിങ്കിങ് ബീയിങ് ആണ്. സോ മൈൻഡിനെ കുറിച്ചിട്ട് നമുക്ക് ഉറപ്പുള്ളൊരു കാര്യം എന്താണ്? മൈൻഡ് ഈസ് ദെയർ ഫോർ തിങ്കിങ്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് വി ക്ലിയർലി അണ്ടർസ്റ്റാൻഡ്.
ഈ ഒരു മറുപടിയാണ് അദ്ദേഹം അതിന് കൊടുക്കുന്നത്. ഓക്കെ. ആൻഡ് ദെൻ സെക്കൻഡ് objection 2. Just because we have an idea of a perfect being, that is God, it doesn't mean God exists. ഇദ്ദേഹം ഗോഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഒരു വാദം ഇതിൻ്റെ മുന്നത്തെ ബുക്കിനകത്ത് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ അതിനെ പല ആളുകളും എതിർത്തത്, ഇദ്ദേഹം അന്ന് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബീയിങ് എന്ന് അദ്ദേഹം പറഞ്ഞു. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബീയിങ്ങിനെ കുറിച്ചുള്ളൊരു ഐഡിയ നമ്മളുടെ മനസ്സിലുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ആ ഒരു ഐഡിയ ഉള്ളത് കൊണ്ട് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഐഡിയ നമ്മുടെ ഉള്ളിലേക്ക് ഇട്ട് തരുന്നത് മറ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഏതോ ഒരു ബീയിങ് ആണ്, ഗോഡാണെന്ന് പറയുന്നൊരു വാദമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഗോഡ് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ ഇതിൻ്റെ ക്രിട്ടിക്സ് അതിനെ വിമർശിച്ചത് അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള എന്തോ ഒരു ബീയിങ് ഉണ്ട് എന്നുള്ളൊരു സാധനം നമ്മൾ ഇമാജിൻ ചെയ്ത് നമ്മൾ മനസ്സിലുണ്ടാക്കിയെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ബീയിങ് ഉണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ. ഇപ്പോൾ നിങ്ങളുടെ ഒരു മനസ്സിൽ ഒരു സൂപ്പർ ഹീറോനെ കുറിച്ചിട്ടൊരു ചിത്രമുണ്ട്, ഏതോ ഒരു സൂപ്പർ ഹീറോ, അതിൻ്റെ അർത്ഥം സൂപ്പർ ഹീറോ യഥാർത്ഥത്തിൽ ഉണ്ടെന്നാണോ എന്നുള്ളൊരു രീതിയിലുള്ള സിമിലർ ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഈ ക്രിട്ടിക്സ് ചോദിച്ചത്. അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി, ഡെക്കാർട്സ് എക്സ്പ്ലെയിൻസ് ദാറ്റ് ഐഡിയ ക്യാൻ, ഇങ്ങനെ ഒരു ഐഡിയൻ്റെ കാര്യമാണല്ലോ അദ്ദേഹം പറയുന്നത്, പെർഫെക്റ്റ് ബീയിങ്ങിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഐഡിയനെ കുറിച്ച് അദ്ദേഹം ആദ്യം പറയുന്നുണ്ട്. ഐഡിയ ക്യാൻ എക്സിസ്റ്റ് ഇൻ 2 ways. 2 രീതിയിൽ ഐഡിയ ഉണ്ടാവും. ഒന്ന് മെറ്റീരിയലി നമ്മൾ ഐഡിയ നമ്മൾ മനസ്സിലുണ്ടാവും, ദാറ്റ് ഈസ് നമ്മൾ ആ എന്തിനെ കുറിച്ചിട്ടാണോ നമ്മുടെ മൈൻഡിനകത്ത് വരുന്ന ഐഡിയ അത് നമ്മുടെ മനസ്സിനകത്തുണ്ടാവും. അതാണ് അതിൻ്റെ ഒരു മെറ്റീരിയൽ ആയിട്ടുള്ളൊരു വേർഷൻ. ഓക്കെ. പിന്നെ ആ ഐഡിയ ഒബ്ജക്റ്റീവായിട്ടുണ്ട്, ഒബ്ജക്റ്റീവ്ലിയും അത് നിലനിൽക്കും. അത് അതിൻ്റെ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ വരുന്ന ആ ഒരു ഐഡിയ പുറത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അത് ഒബ്ജക്റ്റീവായിട്ട് പുറത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ആണ് അതിൻ്റെ സെക്കൻഡ് വേർഷൻ ഐഡിയയുടെ. ഒന്ന് നമ്മൾ മനസ്സിലുള്ള വേർഷൻ, ഒന്ന് യഥാർത്ഥത്തിൽ അതിൻ്റെ യഥാർത്ഥ റിയൽ സാധനം പുറത്തുണ്ട്, അത് ആണ് ആ ഐഡിയയുടെ സെക്കൻഡ് വേർഷൻ. ഇങ്ങനെയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് ദ ഐഡിയ ഓഫ് പെർഫെക്ഷൻ മസ്റ്റ് കം ഫ്രം സംതിങ് ട്രൂലി പെർഫെക്റ്റ്, ദാറ്റ് ഈസ് ഗോഡ്. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു വാദം നമുക്ക് എത്രത്തോളം ഈ രീതിയിൽ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറയുന്ന ഒരു സാധനം അങ്ങനെയാണ്, എന്തായാലും നമ്മളെ മനസ്സിനകത്ത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ, എല്ലാവരുടെ ഉള്ളിലും ഇങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സംതിങ് ഈസ് ദെയർ ഔട്ട്സൈഡ് എന്നുള്ളൊരു സാധനം എല്ലാവരുടെ ഉള്ളിലും വരുന്നുണ്ടെങ്കിൽ അത് വെറുതെ വരില്ല എന്നുള്ളതാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള എന്തോ ഒരു സാധനം തന്നെയാണ് നമ്മുടെ ഉള്ളിൽ അത്തരം ഒരു ഐഡിയ ഇട്ട് തന്നത്. ദാറ്റ് സത്യം അദ്ദേഹം പറയുന്ന വാദതാണ്. അതുകൊണ്ട് ഗോഡ് ഉണ്ടെന്നാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ബുക്കിനകത്ത് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഈ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പ്രിഫേസിൽ ഈ ഒരു വിഷയത്തെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യും എന്നാണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് ഒബ്ജക്ഷനെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യും. ഓക്കെ. അത് മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഫസ്റ്റ് അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത്. സെക്കൻഡായിട്ട് അദ്ദേഹം ഈ ബുക്കിനകത്ത് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് ഗോഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് അഡ്രസ്സ് ചെയ്യുമെന്ന് അദ്ദേഹം പറയുകയാണ്. ആക്ച്വലി ഈ പ്രിഫേസിൽ ഇദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് ഈ വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല. ഓക്കെ. ദെൻ അടുത്ത ഈ പ്രിഫേസിനകത്ത് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, എയ്ത്തീസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തുനിന്ന് വരുന്ന ചില വിമർശനങ്ങളെ ആണ്. അതിനെക്കുറിച്ചായിരിക്കും ഇനി അടുത്തത് ഇദ്ദേഹം ഈ ബുക്കിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞിട്ട് പ്രിഫേസിൽ പറയുന്നതാണ്. ദാറ്റ് ഈസ് സം പീപ്പിൾ അറ്റാക്ട് ഡെക്കാർട്സ് കൺക്ലൂഷൻസ് ബട്ട് നോട്ട് ഹിസ് റീസണിങ്. ഇദ്ദേഹത്തിൻ്റെ ബുക്കിനകത്ത് അദ്ദേഹം ആദ്യത്തെ ഏർലിയർ ബുക്കിനകത്ത് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളുടെ ആ ഒരു കൺക്ലൂഷന്, അദ്ദേഹത്തിൻ്റെ ഐഡിയകളുടെ ഫിലോസഫിയുടെ ഒരു കൺക്ലൂഷനെ പല ആൾക്കാരും വിമർശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ റീസണിങ്ങിന്, അദ്ദേഹം ഏത് രീതിയിലാണോ അത്തരം ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയത് എന്ന് പറയുന്ന ആ ഒരു റീസണിങ്ങിനെ ആരും ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. So he refuses to respond to weak objections because those who understand his arguments won't be misled. Some people believe whatever they hear first, so even if it's false. അപ്പോൾ ഇത്തരം എത്തിയിസ്റ്റുകളുടെ വാദത്തെ അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് കൂടുതലായിട്ട് അദ്ദേഹം ശ്രദ്ധ കൊടുക്കുന്നില്ല. ഇത് വളരെ വീക്കായിട്ടുള്ള ഒബ്ജക്ഷൻസ് മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അവർ എൻ്റെ പറയുന്നത് മുഴുവൻ കേൾക്കാതെ അവസാനം പറഞ്ഞത് മാത്രം കേട്ടിട്ട് കൺക്ലൂഷൻ മാത്രം നോക്കിയിട്ടാണ് അവരുടെ വിമർശനം. എൻ്റെ ഐഡിയ
പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ ഒരാൾ ഒരിക്കലും തെറ്റിദ്ധരിക്കപ്പെടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഇവർ പൂർണ്ണമായിട്ടും അവർ മനസ്സിലാക്കട്ടെ, അല്ലാതെ അതിൻ്റെ പിന്നാലെ പോകാൻ ഇയാൾ തയ്യാറല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ. പിന്നെ ഇതിനെ വിമർശിക്കാൻ എടുക്കുമ്പോഴും വേറൊരു കുഴപ്പം സംഭവിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചിലപ്പം ആ എയ്ത്തിസ്റ്റ് പറയുന്ന ആ ഒരു പോയിന്റ് എടുത്തിട്ട് വേണം അദ്ദേഹത്തിന് വിമർശിക്കാൻ. സോ ചില ആളുകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം കേൾക്കുന്നത് അങ്ങോട്ട് വിശ്വസിക്കുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. അദ്ദേഹത്തിൻ്റെ റീഡേഴ്സിൽ കുറേ ആൾക്കാർ അങ്ങനത്തെ ആയിരിക്കും ആദ്യം കേൾക്കുന്നത്. അപ്പം ആ എത്തീസ്റ്റിൻ്റെ വിമർശനം അദ്ദേഹത്തിൻ്റെ ബുക്കിനകത്ത് പറയുമ്പോൾ അതങ്ങോട്ട് വിശ്വസിക്കും. എത്തീസ്റ്റ് പറഞ്ഞതാണ് ശരി എന്ന് അങ്ങോട്ട് വിശ്വസിക്കും. അതിന് ഇദ്ദേഹം കൊടുക്കുന്ന മറുപടി വായിക്കാനോ മനസ്സിലാക്കാനോ അവർക്ക് സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവരുടെ വിമർശനത്തെ അദ്ദേഹം ഈ ബുക്കിനകത്ത് അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഇതിന് അദ്ദേഹം എയ്ത്തിസ്റ്റുകൾ ആർഗ്യുമെൻറ്റിനെ കുറിച്ചിട്ട് പറയുന്നത് ഒരു പ്രശ്നം, എയ്ത്തിസ്റ്റ് ആർഗ്യുമെൻറ്റ് യൂഷ്വലി മേക്ക് 2 മിസ്റ്റേക്സ്. അവരുടെ ആർഗ്യുമെൻറ്റിനകത്ത് സാധാരണ 2 മിസ്റ്റേക്കുകളാണ് ഉണ്ടാവുക. ഒന്ന്, അവർ ദൈവത്തെ വിമർശിക്കുമ്പം അവർ ദൈവത്തെ ഏത് രീതിയിലായിട്ടാണ് കാണുന്നത്? ദേ അസ്യൂം ഗോഡ് ഹാസ് ഹ്യൂമൻ ലൈക്ക് ഇമോഷൻസ്. ഒരു ഹ്യൂമൻ ലൈക്ക് ഇമോഷൻസ് ഒക്കെ ഉള്ളൊരു ക്രീച്ചറാണ് ഗോഡ് എന്നുള്ള രീതിയിൽ ഗോഡിനെ എടുത്തിട്ടാണ് അവർ വിമർശിക്കുന്നത്. എന്നാൽ അവരൊരിക്കലും മനസ്സിലാക്കുന്നില്ല, മനുഷ്യനൊരിക്കലും ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് ഗോഡെന്ന്, മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു എൻറ്റിറ്റിയാണ് ഗോഡെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അവരുടെ അഭിപ്രായത്തിൽ എന്താണ്? ദേ അസ്യൂം ഹ്യൂമൻസ് മൈൻഡ് ക്യാൻ ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ഗോഡ്. ഹ്യൂമൻ മൈൻഡിനെ ഫുള്ളി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്രീച്ചറാണ്, ഒരു എൻറ്റിറ്റിയാണ് ഗോഡ് എന്നുള്ള രീതിയിൽ അങ്ങനെ ധരിച്ചിട്ടാണ് അവർ ദൈവത്തെ വിമർശിക്കുന്നത്. ബട്ട് ആക്ച്വലി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അല്ല, അങ്ങനെ ഒരു എൻറ്റിറ്റി അല്ല ഗോഡ്. ഓക്കെ. പക്ഷെ അവർ വിശ്വാസികൾ ഇങ്ങനെയാണ് ദൈവത്തെ വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ വിമർശനം വരുന്നത്. അതുകൊണ്ട് അവരുടെ വിമർശനത്തിൽ കാര്യമായിട്ട് കഴമ്പില്ല എന്നാണ് ഡെയ്കാർട്ട് ഇതിനകത്ത് പറയുന്നത്. മറ്റൊരു വിഷയം പ്രിഫേസിനകത്ത് അദ്ദേഹം പറയുന്നത്, ഇദ്ദേഹം എഴുതാൻ പോകുന്ന ഈ മെഡിറ്റേഷൻസ് ഓൺ ഫസ്റ്റ് ഫിലോസഫി ആര് വായിക്കണം, ഏത് തരം റീഡേഴ്സാണ് ഇത് വായിക്കേണ്ടത്? ആൻഡ് ഇദ്ദേഹം ഡെയ്കാർട്ട് ഡസ് നോട്ട് എക്സ്പെക്റ്റ് എ ലാർജ് ഓഡിയൻസ് ഓർ ജനറൽ പ്രൈസ്. അദ്ദേഹത്തിന് അറിയാം ഈ ബുക്ക് ഒരുപാട് ആൾക്കാർ വായിക്കാനൊന്നും സാധ്യതയില്ല എന്നുള്ളത്. ഒരു വലിയൊരു ലാർജ് ഓഡിയൻസിനൊന്നും അദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. He recommends this book only to serious thinkers who are willing to question everything and who can detach from their senses and avoid prejudices. ഇദ്ദേഹം ഈ ബുക്ക് ആര് വായിക്കണം എന്നുള്ളതിന് അദ്ദേഹം പറയുന്ന മറുപടി, ആര് വായിക്കണം എന്നുള്ള കാര്യം അദ്ദേഹം ഇതിനകത്ത് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, സീരിയസ് തിങ്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആണിത് ഏറ്റവും നല്ലത് ഈ ബുക്ക് വായിക്കാൻ. അവർ ഏത് തരത്തിലുള്ള സീരിയസ് തിങ്കേഴ്സാണ്? എല്ലാറ്റിനെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ തയ്യാറായിട്ടുള്ള, ഹു ആർ വില്ലിങ് ടു ക്വസ്റ്റ്യൻ എവറിത്തിങ്. എല്ലാറ്റിനെയും ഞാൻ ചിന്തിക്കുന്നത് മാത്രം ശരിയെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഈ ബുക്ക് വായിച്ചിട്ട് ചിലപ്പം പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റിയുള്ള ഒരു വ്യക്തിക്ക് ഈ ബുക്ക് വായിച്ച് ചിലപ്പോൾ എന്തെങ്കിലും കിട്ടും. ഓക്കെ. അവരുടെ പല ചോദ്യങ്ങൾക്ക് ഉത്തരം ഇതിനകത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അവരാദ്യം ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്താ പറയുക, വില്ലിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. ദെൻ അവർ തന്നെ അത്തരം ഈ തിങ്കേഴ്സ് പിന്നെ ഏത് രീതിയിലുള്ള ആൾക്കാരായിരിക്കണം ഈ റീഡേഴ്സ്? സീരിയസ് തിങ്കേഴ്സാണോ? ഏത് തരത്തിലുള്ള സീരിയസ് തിങ്കേഴ്സാണ്? എല്ലാറ്റിനെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ള സീരിയസ് തിങ്കേഴ്സ്. അതുപോലെ തന്നെ ഈ അവരുടെ സെൻസസിൽ നിന്നും അവർ സ്വയം മാറി, അവരുടെ എക്സിസ്റ്റിംഗ് വിശ്വാസത്തിൽ നിന്നും അവരുടെ കാഴ്ചപ്പാടിൽ നിന്നും മാറി, ഒരു മുൻധാരണയില്ലാതെ വളരെ ഓപ്പണായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണാൻ പറ്റുന്ന ആളുകൾ ഇത് വായിച്ചാൽ മതി എന്ന് അദ്ദേഹം പറയുന്നത്. ഓക്കെ. Then he warns against casual critics who pick out sentences just to argue. പിന്നെ ഈ ബുക്കിനെ കുറിച്ചിട്ട് ഇതിൽ നിന്ന് ചില സെൻറ്റൻസസ് മാത്രം പിക്ക് ചെയ്തിട്ട് മുഴുവനായിട്ട് വായിക്കാതെ ഇടയിൽ നിന്നൊക്കെ ഓരോ സെൻറ്റൻസ് എടുത്തിട്ട് ഈ ബുക്കിനെതിരെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. അത്തരം ആളുകളെ കെയർഫുൾ ആയിരിക്കണം ഈ വായിക്കുന്ന റീഡേഴ്സ്. അത്തരം ക്രിട്ടിക്സിനെ കുറിച്ചിട്ട് ഇവർ അവെയർ ആവണം. അവർ അതിനെക്കുറിച്ചിട്ട് കുറച്ച് അലേർട്ടായിരിക്കണം എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ദെൻ അതിൻ്റെ ഫൈനൽ പ്രിഫേസിൻ്റെ അവസാനം പറയുന്ന ഒരു സാധനമാണ്, അവസാനത്തെ പാരഗ്രാഫിനകത്ത് അദ്ദേഹം പറയുന്ന റീഡേഴ്സിനുള്ളൊരു ഫൈനൽ മെസ്സേജാണ്. ഫൈനൽ മെസ്സേജ് ടു ദ റീഡേഴ്സ്. ഈ ബുക്ക് ഒരിക്കലും ടു ക്വിക്ക്ലി നമ്മളിതിനെ ജഡ്ജ് ചെയ്യരുത്. ഒറ്റയടിക്ക് അങ്ങോട്ട്
അവിടെയും ഇവിടെയും വായിച്ചിട്ട് ഈ ബുക്കിനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഡോണ്ട് ജഡ്ജ് മെഡിറ്റേഷൻസ് ടു ക്വിക്ക്ലി. റീഡ് ഓൾ ദി ഒബ്ജെക്ഷൻസ് ആൻഡ് റെസ്പോൺസസ് ഫസ്റ്റ്. ഈ ബുക്കിനെതിരെ വരുന്ന പിന്നെ ഇദ്ദേഹം വേറൊരു കാര്യം, ഈ ബുക്ക് ആദ്യം എഴുതിയിട്ട് അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് ഇദ്ദേഹത്തിൻ്റെ വിമർശനം, ആദ്യത്തെ ബുക്ക് വിമർശിച്ച ആൾക്കാർക്ക് ഇദ്ദേഹം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് അയച്ചു കൊടുത്ത് അവർ വായിച്ച് അവരുടെ എതിർപ്പുകൾ കൂടെ പിന്നീട് ഈ ബുക്കിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്, ഒബ്ജെക്ഷൻസ്. അതുകൊണ്ടാണ് റീഡ് ഓൾ ദി ഒബ്ജെക്ഷൻസ് ആൻഡ് റെസ്പോൺസസ് ഫസ്റ്റ്. ഈ ബുക്കിന് എതിരെ വന്ന ഒബ്ജെക്ഷൻസ് ആ ബുക്കിനകത്ത് തന്നെ ഇത് ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം ഫസ്റ്റ് ഒരു ഡ്രാഫ്റ്റ് എഴുതിയിട്ട് ഈ വിമർശകർക്ക് അദ്ദേഹം അയച്ചു കൊടുത്തുകൊണ്ടാണ് അത് ഉൾപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചത്. അപ്പം അത് വായിക്കണം ഈ ബുക്ക് ജഡ്ജ് ചെയ്യുന്നതിന് മുൻപ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ദെൻ ഡെയ്ക്കാർഡ് ഹോപ്സ് ഹിസ് റീസണിങ് വിൽ കൺവിൻസ് അതേഴ്സ് ആസ് ഇറ്റ് കൺവിൻസ്ഡ് ഹിം. അപ്പോൾ ഇദ്ദേഹം കുറേ ചിന്തിച്ച് ആലോചിച്ചിട്ട് എഴുതിയൊരു ബുക്കാണ്. അപ്പോൾ അതിനകത്തുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യിക്കുന്നുണ്ട്, അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസ് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് അദ്ദേഹത്തിന് കൺവിൻസ്ഡ് ആയ പോലെ മറ്റുള്ള ആൾക്കാർക്കും കൺവിൻസ്ഡ് ആവും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷ അദ്ദേഹം ഈ ഒരു പ്രിഫേസിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. He believes his critics have already raised all major doubts, so new objections will likely not be significant. ഇപ്പം ഇനി ഈ ബുക്കിനെതിരെ കൂടുതലായിട്ട് വലിയ ചോദ്യങ്ങളോ സംശയങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, വായിക്കുന്ന ആൾക്കാർക്കും വരാൻ സാധ്യതയില്ല. കാരണം ഓൾറെഡി ഇതിനെതിരെയുള്ള മേജർ ഡൗട്ട്സ് എല്ലാം ക്രിട്ടിക്സ് ഉന്നയിച്ചിട്ടുണ്ട്, അതിനെല്ലാം മറുപടി ഈ ബുക്കിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് വായിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാ ആളുകളും ഇതിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അവർക്കത് ബോധ്യപ്പെടുകയും ചെയ്യുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രിഫേസ് അവസാനിപ്പിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്സ്. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വീഡിയോയുടെ അവസാനം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.